ഉന്നത കലാമൂല്യത്തിൻ്റെ മറുപുറമായി. താരജാടയും ഗ്രൂപ്പിസവുമായി മുന്നോട്ട് പോയിരുന്ന മലയാള സിനിമയെ ആകെ ആടിയുലച്ച സംഭവമായിരുന്നു 2017 യുവനടിയെ ആക്രമിച്ച കേസ്. സിനിമാ സംഘടനകളെ നയിച്ചിരുന്നവർക്ക് സങ്കല്പിക്കാനാകാത്ത വിധം അംഗങ്ങൾ ചേരിതിരിഞ്ഞു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, അതായത് WCC എന്ന വനിതാ കൂട്ടായ്മയുണ്ടായി. സിനിമാ നടികളുടെ മാത്രം കൂട്ടായ്മയാണ്. അവർ സിനിമാ രംഗത്തെ ആണധികാരത്തെ ചോദ്യം ചെയ്തു. സിനിമയിലെ അരുതായ്മകളെക്കുറിച്ച് മീടു വെളിപ്പെടുത്തലുകൾ പതിവായി നടത്തി. തുടർന്ന് ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇടതുപക്ഷ സർക്കാരിൽ നിന്നുണ്ടായി. അതായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന എല്ലാവിധ ചൂഷണങ്ങളും പഠിക്കാനുള്ള ജുഡീഷ്യൽ കമ്മിറ്റി. എന്നാൽ ഇത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചു. 6 മാസത്തേക്ക് നിയോഗിച്ച കമ്മിറ്റി ഏകദേശം 2.5 വർഷമെടുത്ത് സമഗ്രമായി തെളിവെടുപ്പ് നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷം കഴിഞ്ഞിട്ടും വെളിച്ചം കണ്ടിട്ടില്ല. ഇരുട്ടിലാണ് ആ റിപ്പോർട്ട്. അതേസമയം സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ചും വാഗ്ദാന പീഡനങ്ങളും ബ്ലാക്ക് മെയിലിംഗ് ആരോപണങ്ങളും തുടർക്കഥയായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിലൊടുവിലെത്തേതാണ് സംവിധായകൻ ഒമർ ലുലുവിനെതിരെയുള്ള കേസ്. സംവിധായകനും ബിഗ് ബോസ് താരവുമായ ഒമർ ലുലുവിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ കേസായത് കഴിഞ്ഞ ദിവസമാണ്. കൊച്ചി നെടുമ്പാശ്ശേരി പോലീസാണ് അന്വേഷിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ പലതവണ മാനഭംഗം പെടുത്തിയെന്ന് പരാതിക്കാരി പറയുന്നു. എന്നാൽ പണം തട്ടാനുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് ഒമറിൻ്റെ വേർഷൻ. യുവതിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഏർപ്പെട്ടതെന്നും ഒമർ ആണയിട്ട് പറയുന്നു. സിനിമയിൽ അവസരം നൽകിയിട്ടുണ്ട്, പിന്നീട് അകന്നു. അതിൻ്റെ വിരോധമാകാം പരാതിക്ക് കാരണമെന്നും ഒമർ വെളിപ്പെടുത്തുന്നു. ഏതായാലും നിയമത്തിൻ്റെ വഴിയിലാണ്. ഒമറിനെ ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ദിലീപ് പ്രതിയായ നടിയാക്രമണ കേസിനു ശേഷം ഏറ്റവും ചർച്ചയായത് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു പ്രതിയായ പീഡനക്കേസായിരുന്നു. സ്വന്തം സിനിമയിലെ നായികയായ യുവതിയാണ് പരാതി നൽകിയത്. വിദേശത്തേക്ക് കടന്ന വിജയ് ബാബു മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് തിരിച്ചെത്തിയതും എറണാകുളം സെൻട്രൽ പോലീസിൽ ഹാജരായതുമെല്ലാം കേരളം തത്സമയം കണ്ടിരുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമെന്ന നിലയിൽ കേസ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയെന്നാണ് പിന്നീടുള്ള വിവരം. പ്രശസ്ത യുവനടൻ ഉണ്ണി മുകുന്ദനെതിരെയും പീഡന പരാതി പോലീസിലും കോടതിയിലും എത്തിയിരുന്നു. സിനിമാ കഥ പറയാൻ മുറിയിൽ ചെന്നപ്പോൾ നടൻ അപമാനിച്ചെന്നായിരുന്നു ആരോപണം. എന്നാൽ ഇത് വ്യാജ പരാതിയാണെന്നാണ് ഉണ്ണി വിശദീകരിച്ചത്. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പിടുങ്ങാൻ പരാതിക്കാരിയും വക്കീലും ശ്രമിച്ചെന്നും നടൻ ആരോപിച്ചു. സ്വഭാവ നടൻ അലൻസിയർ ലൈംഗിക ലക്ഷ്യങ്ങളോടെ സമീപിച്ചെന്ന് യുവനടിയുടെ മീടു വെളിപ്പെടുത്തലും സിനിമയിൽ പ്രകമ്പനമുണ്ടാക്കി. അലൻസിയർക്കെതിരെ പരാതിയുമായി യുവനടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെയും എത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയുടെ പരാതിയിൽ നടൻ ഷിയാസ് കരീം അറസ്റ്റിലായതും സമീപകാലത്താണ്. ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യാൻ ഹേമ കമ്മിറ്റി എന്താണ് ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന സൂചന പോലും പൊതുജനങ്ങൾക്ക് അറിയില്ല. റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ അറിയാൻ പറ്റൂ. ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന നിർദ്ദേശം കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത വിവരം മാത്രമാണ് പുറത്തു വന്നത്. സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതികൾ വേണമെന്ന ഉത്തരവാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായ നടപടി. ആദ്യമൊക്കെ ചില നിർമ്മാണ കമ്പനികൾ ഇത് പാലിച്ചുവെങ്കിലും പിന്നീട് അത് മറന്നു. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് WCC വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. നടി പാർവതി തിരുവോത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വനിതകൾ സിനിമയ്ക്കുള്ളിൽ നടത്തിയ പോരാട്ടവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ മടിച്ചു. ശുപാർശകൾ പഠിക്കാൻ മറ്റൊരു കമ്മിറ്റിയെ വെച്ചു. കമ്മിറ്റിക്ക് പിന്നാലെ കമ്മിറ്റി വന്നതിനെ വിമർശിച്ച് പാർവതി തിരുവോത്ത് നടത്തിയ പരാമർശങ്ങൾ വൈറലായിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വിഗ്രഹങ്ങളും ഉടയുമെന്ന് പാർവതി തുറന്നു പറഞ്ഞു. കമ്മിറ്റിക്ക് മൊഴി നൽകിയ വ്യക്തി എന്ന നിലയിൽ ആ നിലയിൽ കൂടിയായിരുന്നു അവരുടെ പ്രതികരണം. റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സിനിമാ മേഖലയിലെ ശക്തമായ ലോബി സർക്കാരിനെ സ്വാധീനിച്ചിരിക്കാമെന്നും പാർവതി ആരോപിച്ചു. എന്നാൽ റിപ്പോർട്ട് കാണണമെന്ന പിടിവാശി എന്തിനാണെന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചോദിച്ചത്. മൊഴി നൽകിയ പലരുടെയും സുരക്ഷയും സ്വകാര്യതയും മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന് ജസ്റ്റിസ് ഹേമ തന്നെയാണ് നിർദ്ദേശിച്ചതെന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു. ന്യായീകരണം എന്തു തന്നെയായാലും കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശുപാർശകൾ ശരിയാവണ്ണം പരിശോധിച്ച് സമയബന്ധിതമായി നടപ്പാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്. സിനിമാ മേഖലയിലെ പീഡന പരാതികൾ ആവർത്തിക്കുകയാണെന്ന കാര്യത്തിൽ മനസ്സുവയ്ക്കണം. ഹേമ കമ്മിറ്റിക്കായി 1,65,00,000 രൂപയാണ് പൊതുഖജനാവിൽ നിന്നും ചെലവഴിച്ചത്. കുറഞ്ഞ പക്ഷം അതെങ്കിലും ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരുന്നു.